സുഹൃത്തുക്കളെ, ഞാൻ ഹനീഫ കൊച്ചനൂർ. ഞാനിവിടെ എൻ്റെ ഒരു കഥ അവതരിപ്പിക്കുകയാണ്. കഥയുടെ പേര് തീർത്ഥയാത്ര. പുഴയോര കാഴ്ചകളെ അതിവേഗം പിന്നിലാക്കി ബസ് ഓടിക്കൊണ്ടിരുന്നു. ബസ്സിൽ തിരക്ക് കുറവായിരുന്നു. യാത്രക്കാരിലെ കച്ചവടക്കാരായ ചിലർ ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന കവലയിലെ കച്ചവട സാധ്യതകളെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചുമാണ് അവരുടെ സംസാരം. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പുഴയരികിലൂടെ അവസാനമായി ഞാൻ സഞ്ചരിച്ചത്. അന്ന് ചെറുപ്പമായിരുന്നു. മനസ്സിൻ്റെ ചെപ്പ് മോഹങ്ങളുടെ കൂടായിരുന്ന കാലം. പിന്നെ ജീവിതം തേടിയുള്ള പ്രയാണങ്ങൾക്കിടയിൽ എല്ലാം വീണുടഞ്ഞു. കുറേ മറന്നു. ഇപ്പോൾ പുണ്യഭൂമിയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഞാൻ. കുട്ടികളില്ലാത്ത എൻ്റെ ജീവിത വിരക്തിയിലേക്ക് പ്രത്യാശയുടെ ഒടുവിലത്തെ കവാടം തുറന്നു കിട്ടിയപ്പോൾ സ്നേഹിച്ചിരുന്നവരെയെല്ലാം കണ്ട് യാത്ര ചോദിക്കണമെന്ന് തോന്നി. ബസ് പുഴക്കരയിൽ തിരിച്ചു നിർത്തി. പണ്ട് ഈ ഗ്രാമത്തിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഇവിടെ കാര്യമായ ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ 2-3 ഓടുമേഞ്ഞ പീടികമുറികൾ, അതിലൊതുങ്ങുന്ന കച്ചവടങ്ങൾ, സന്ധ്യക്ക് അരിയും ചില്ലാനവും വാങ്ങാൻ ഒത്തുകൂടുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികൾ. ഇന്നിപ്പോൾ സ്ഥിതിഗതിയാകെ മാറിയിരിക്കുന്നു. പുതിയ പുതിയ കെട്ടിടങ്ങളും കച്ചവട സ്ഥാപനങ്ങളും മറ്റും പെരുകി ഒരു കൊച്ചു പട്ടണത്തിൻ്റെ പ്രതീതി. ധൃതി പിടിച്ചോടുന്ന ഗ്രാമീണർക്ക് അവരുടെ സൗമ്യ ഭാവങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കവലയുടെ മധ്യഭാഗത്തായി അന്നൊരു അത്താണി ഉണ്ടായിരുന്നു. അതിൻ്റെ സ്ഥാനത്തായിരിക്കണം ഇപ്പോഴത്തെ ബസ് സ്റ്റോപ്പ്. പുതിയ കാഴ്ചകൾ കണ്ടുനിന്ന് പിന്നെ മെല്ലെ നടന്നു. ഗ്രാമപാതയിൽ സന്ധിക്കുമ്പോൾ പെട്ടെന്ന് മുഖം തിരിക്കുന്ന സ്ത്രീകൾക്കിടയിൽ ഞാനെൻ്റെ പൂർവ്വകാല വിദ്യാർത്ഥികളെ തിരഞ്ഞു. മാഞ്ഞുപോയ കാലത്തിൻ്റെ വറ്റാത്ത ഉറവുകൾ. എന്തെങ്കിലുമൊക്കെ ശേഷിക്കാതിരിക്കുകയില്ല. നിശ്ചയം ആരെങ്കിലും തിരിഞ്ഞു നോക്കുമെന്നും അവരെന്നെ തിരിച്ചറിയുമെന്നും ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു. ജീവിതത്തിൻ്റെ നോവുകൾ മാത്രം പേറുന്നവർക്ക് എങ്ങനെയാണ് തിരിഞ്ഞു നോക്കാനാവുക? പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, മമ്മുഞ്ഞിക്കാനെപ്പോലെ, സുഹ്റാബിയെപ്പോലെ ചുരുക്കം ചില ആളുകളുണ്ട്. ഓർമ്മിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ, മറക്കാനാവാത്തവർ. പണ്ട് സ്കൂൾ അധ്യാപകനായി ഈ കുഗ്രാമത്തിൽ വന്നെത്തിയ കാലം. എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക എന്ന് ആദ്യം ഭയപ്പെട്ടുപോയി. ആളും അനക്കവുമില്ലാത്ത ഇടവഴികൾ, പറങ്കിമാക്കാടുകൾ, കുന്നുകൾ, കന്നുകാലികൾ, മുഷിഞ്ഞു നാറിയ കർഷകർ. ആകെ ഒരാശ്വാസമായി തോന്നിയത് പുഴ മാത്രമായിരുന്നു. ഭിത്തികൾ പോലുമില്ലാത്ത സ്കൂൾ കെട്ടിടത്തിൽ ബെഞ്ചുകൾ കൂട്ടിയിട്ടാണ് ആദ്യ ദിവസങ്ങളിൽ ഉറങ്ങിയത്. ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ഈ സ്കൂളിന് ഒരു പാരമ്പര്യമുണ്ട്. ഇവിടെ ചാർജ് എടുക്കുന്ന അധ്യാപകർ ഇവിടെ നിന്ന് വിവാഹം കഴിക്കും. അപ്പോൾ പിന്നെ താമസത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ലല്ലോ. മാഷ് ഉച്ചത്തിൽ ചിരിച്ചത് വെറുതെ നോക്കി നിന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഹെഡ് മാസ്റ്ററുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് താമസത്തിന് ഒരു മുറി കിട്ടി. ബാർബർ ഷോപ്പിനോട് ചേർന്നായിരുന്നു മുറി. മുമ്പ് ആരോ ചായക്കട നടത്തിയിരുന്ന സ്ഥലമായിരുന്നതുകൊണ്ട് അത്യാവശ്യ സൗകര്യങ്ങളുണ്ടായിരുന്നു. എലിയും പെരിച്ചാഴികളും കാലാകാലങ്ങളായി കൈയടക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് പരിസരം ശുദ്ധിയാക്കിയെടുക്കാൻ നന്നായി വിയർത്തു. ഒരു പുതിയ ജീവിതം തുടങ്ങി വെക്കാനായി സ്റ്റൗവും പാത്രങ്ങളും വാങ്ങിച്ചു. മമ്മുഞ്ഞിക്കാൻ്റെ തൊടിയിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാം. താഴത്ത് പാടത്തോട് ചേർന്ന് ചാടി നീന്തിക്കുളിക്കാൻ പറ്റുന്ന കുളം. തൊട്ടപ്പുറത്ത് മറുകിമാവിൻ തോട്ടം, ഇരുട്ടുമൂടിയ ഇടങ്ങൾ. വേറെയും പ്രാഥമിക അത്യാവശ്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടേണ്ടി വരില്ല. വണ്ടിക്കാരൻ മമ്മുഞ്ഞിക്ക പരുക്കനായൊരു മനുഷ്യനാണ്. കേവലം ഒരു മൂളലിൽ അടുപ്പങ്ങളെ തളച്ചിടുന്ന വ്യക്തി. കാര്യകാരണമായി അയാൾക്കതിന് കാരണങ്ങളുണ്ടായിരിക്കാം. അയാളുടെ ഏകമകൾ സുഹ്റാബി സുന്ദരിയൊന്നുമല്ല. എത്ര വിരൂപമായാലും ഏതെങ്കിലും ഒരു അവയവത്തിന് ഇത്തിരി മൊഞ്ച് കൂട്ടിപ്പടക്കും പടച്ചവൻ. അങ്ങനെ നോക്കുമ്പോൾ എപ്പോഴെങ്കിലും വിടരുന്ന പുഷ്പചാരുതയുള്ള സുഹ്റാബിയുടെ പുഞ്ചിരി ഹൃദയഹാരിയാണ്. മമ്മുഞ്ഞിക്ക ഒറ്റക്കാളയെയും പൂട്ടി വിറക് കച്ചവടത്തിന് ചക്കരക്കിഴങ്ങ് കയറ്റാനോ മറ്റോ പുറപ്പെട്ടു പോയാൽ പിന്നെ സുഹ്റാബി ഒറ്റക്കാവും വീട്ടിൽ.
അവൾ ഓരോന്നും ഓർത്ത് വേലിയിറമ്പിൽ ഇടവഴിയിലേക്ക് നോക്കി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവൾ അങ്ങനെ ആരോടും ചങ്ങാത്തമില്ല. വല്ലതും ചോദിച്ചാൽ തന്നെ മറുപടി കിട്ടിയാൽ ഭാഗ്യം. ഞാൻ പറഞ്ഞില്ലേ, പുഞ്ചിരി അവൾക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം തന്നെയാണ്. അതെപ്പോഴും അവളുടെ മുഖത്ത് പ്രകാശപൂരിതമാകും. അതിമനോഹരമായ മന്ദസ്മിതം കണ്ണുകൾ വെട്ടുന്നത് പോലെ അവളുടെ നിയന്ത്രണത്തിൽ അല്ലെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ബാപ്പയും വളഞ്ഞ കൊമ്പുള്ള ഒരു വെള്ളക്കാളയും മാത്രമുള്ളതാണ് അവരുടെ ലോകം. സൂറാബി കാളയെ കുളിപ്പിക്കുന്നതും അതിൻ്റെ നെറുകയിൽ എണ്ണ തേച്ച് മിനുക്കുന്നതും അനുസരണക്കേട് കാണിക്കുമ്പോൾ വഴക്ക് പറയുന്നതും വട്ടക്കയർ മാത്രമുള്ള കാള ഒരു രക്ഷകനെപ്പോലെ സൂറാബിയുടെ ഒപ്പം നടക്കുന്നതും ഞാൻ കൗതുകത്തോടെ നോക്കി നിൽക്കും. അപ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൽ കാളക്കുട്ടൻ്റെ കഴുത്തിൽ തൂങ്ങുന്ന മണികുലുക്കം കേൾക്കുന്നത് പോലെ തോന്നും. കുട്ടൻ എന്നാണ് കാളക്കവൾ പേരിട്ടിരിക്കുന്നത്. ഉച്ചത്തിൽ കാളക്കുട്ടനെ ചീത്ത പറയുകയും സ്നേഹത്തോടെ വാരിപ്പുണരുകയും ചെയ്യും അവൾ. ഒരു ദിവസം ഞാൻ കാളക്കുട്ടൻ്റെ ചാരത്ത് ചെന്ന് നിന്ന് അതിനോടെന്ന പോലെ ചോദിച്ചു. സൂറാബിയോടൊപ്പം അവനപ്പോൾ പറമ്പിൽ മേയുകയായിരുന്നു. വേലിയിറമ്പിൽ നിന്ന് ഉണക്കച്ചുള്ളികൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു സൂറാബി. എന്താ കുട്ടാ, നിനക്ക് അയലത്തുകാരോടൊന്നും യാതൊരു ശ്രദ്ധയുമില്ലേ? അവരും ഈ വലിയ ലോകത്തിൽ ഒറ്റക്കാണ്. അതിന് മറുപടി ഒന്നും ഉണ്ടായില്ലെങ്കിലും മന്ദസ്മിതത്തിൻ്റെ മുല്ലപ്പൂവിൽ പൊതിഞ്ഞ ഒരു നോട്ടം അവൾ സമ്മാനിച്ചു. പാദസരങ്ങൾ കിലുക്കിക്കൊണ്ട് അവൾ പതുക്കെ നടന്നപ്പോൾ ആ നടത്തത്തിനും ഒരു പ്രത്യേക ചാരുതയുണ്ടെന്ന് എനിക്ക് തോന്നി. കനിവും കാമവും ഒഴുകുന്ന ഞരമ്പുകളിൽ അഗ്നി ജ്വലിച്ചു. അതിനുശേഷമാണ് ഒരു ദിവസം അമ്മുഞ്ഞിക്ക എൻ്റെ താമസ സ്ഥലത്ത് വന്നത്. സായഹന്നത്തിലേക്ക് നോക്കി വെറുതെ ഇരിക്കുകയായിരുന്നു ഞാൻ. പേടിച്ചു പോയി. മൂരിക്കുട്ടനെന്ന വ്യാജേന സൂറാബിയോട് കുശലം പറഞ്ഞ വകയിൽ ഒരു ചീത്ത വിളിക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിൽ കണ്ടു. പേടിപ്പെടുത്തുന്നതായിരുന്നു മമ്മുഞ്ചിക്ക എന്ന ആൾ രൂപം. വസൂരിക്കലയുള്ള കറുത്ത മുഖത്ത് ദയാദാക്ഷിണ്യം ഒട്ടും തന്നെ പ്രകടമായിരുന്നില്ല. ഞാൻ അയാളുടെ നേരെ നോക്കി. പതുങ്ങി നിന്നു. അയാൾ സൗമ്യഭാവത്തിൽ എന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു, മാഷിക്ക് മീൻ പ്രിയണ്ട? മുഞ്ഞിക്കാൻ്റെ മത്സ്യഭ്രമം പ്രസിദ്ധമായിരുന്നു. കിട്ടുന്ന കാശിൽ നിന്നൊരു വലിയ പങ്ക് മത്സ്യം വാങ്ങാനായി അയാൾ ചിലവഴിക്കുമെന്നാണ് കേൾവി. മീൻ വറുത്തതും കട്ടൻ ചായയുമായിരിക്കും ചില ദിവസങ്ങളിൽ അയാളുടെ ഉച്ചഭക്ഷണം. ബലം കണ്ടാലറിയാം അയാളുടെ തീറ്റ മാഹാത്മ്യങ്ങൾ. തനിക്ക് ഏറെ പ്രിയം തോന്നിയവരെ വീട്ടിലേക്ക് ക്ഷണിച്ച് സൽക്കരിക്കുന്ന പതിവുമുണ്ട് മമ്മൂട്ടിക്കാക്ക്. അത് പ്രധാനപ്പെട്ട മത്സ്യങ്ങൾ വാങ്ങുന്ന ദിവസങ്ങളിലായിരിക്കും. ബാർബർ മൊയ്തീൻകുട്ടി പറഞ്ഞു, 4-5 കൊല്ലം ഇക്കടയിൽ ഇരുന്ന് നിരങ്ങിയിട്ട് മമ്മുഞ്ഞിക്കാൻ്റെ ഒരു മീൻ സൽക്കാരം നറുക്കും എനിക്ക് വീണില്ല. പക്ഷേ നിങ്ങൾ ഭാഗ്യമുള്ളതാണ്. മമ്മുഞ്ഞിക്കാക്കൊരാളെ പറ്റിയെന്ന് വെച്ചാൽ അതൊരു പറ്റലാണ്. രാത്രി ഭക്ഷണത്തിന് മമ്മുഞ്ഞിക്ക വീട്ടിലേക്ക് ക്ഷണിച്ചു. കാര്യം പറഞ്ഞപ്പോഴായിരുന്നു മൊയ്തീൻകുട്ടിയുടെ ഡയലോഗ്. ഞാൻ താമസിക്കുന്ന പീഡിക മുറിയുടെ നേരെ പിന്നിലാണല്ലോ മമ്മുഞ്ഞിക്കാൻ്റെ ഓടുമേഞ്ഞ ചെറിയ വീട്. രാത്രി വൈകുന്നതുവരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. വിവിധ തരം മീനുകളെക്കുറിച്ചും അതിൻ്റെ രുചിഭേദങ്ങളെക്കുറിച്ചും അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ചും മമ്മുഞ്ഞിക്ക ആധികാരികമായി സംസാരിച്ചു. ഞാൻ മനസ്സിലാക്കിയ പരുക്കനായ മമ്മുഞ്ഞിക്കാൻ്റെ പുറംതോട് പൊട്ടിച്ചാൽ വളരെ സാധുവായ ഒരാളെ കാണാമെന്ന് എനിക്ക് ബോധ്യമായി. ഭാര്യ മരിക്കുമ്പോൾ മകൾ സുഹ്റാബിക്ക് 2 വയസ്സ് തികഞ്ഞിട്ടില്ല. പെട്ടെന്നായിരുന്നു ഭാര്യയുടെ മരണം. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മനുഷ്യരെ പടച്ചവൻ നേരത്തെ മടക്കി വിളിക്കുന്നു എന്ന് മമ്മുഞ്ഞിക്കയുടെ വിശദീകരണം. ഉമ്മയുടെ മരണശേഷം പിന്നീടുള്ള സുഹ്റാബിയുടെ വളർച്ച അധികവും കാളവണ്ടിയിൽ കിടന്നായിരുന്നു. ചക്കരക്കിഴങ്ങ് കയറ്റി ദൂരേക്ക് പോകുമ്പോൾ നിപ്പിൾ തപ്പി അവളും വണ്ടിയിലുണ്ടാവും. പിന്നീട് ഇടയ്ക്കൊക്കെ ഞാൻ ആ വീട്ടിൽ പോവുക പതിവായി. ചിലപ്പോൾ ഭക്ഷണം ക്ഷണിച്ചിട്ടും അല്ലാതെയും. ഭൂതകാലത്തിൻ്റെ എണ്ണിയാൽ തീരാത്ത കഥകൾ മമ്മുഞ്ഞിക്ക പറഞ്ഞു തന്നു. നന്മയുടെയും തിന്മയുടെയും പേടിപ്പെടുത്തുന്ന ക്രൂരതയുടെയും കഥകൾ. പിന്നെ ഞാൻ ആ വീട്ടിലെ രംഗത്തെ പോലായി മാറി. രാത്രികളിൽ ഞങ്ങൾ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വറുത്ത ഉമിക്കിഴി കൊണ്ട്
വാപ്പയുടെ കാലുകൾ തടവി സുഹ്റാബിയും ചാരത്തുണ്ടാകും. ഞങ്ങൾ ഇടയ്ക്കിടെ പരസ്പരം നോക്കി വെറുതെ ചിരിക്കും. ചില വൈകുന്നേരങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനായി ഞാൻ വെള്ളം കോരുമ്പോൾ സുഹ്റാബി ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറയും, ഇന്ന് ചോറ് വെക്കണ്ട, ബാപ്പ വല്ലാത്തൊരു മീനിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ദിവസം അമ്മഞ്ഞിക്ക പറഞ്ഞു, മാഷ് വരും വരേക്ക് 2 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ, സുഹ്റാബിയും കുട്ടനും. ഇപ്പം മൂരിക്കുട്ടന് 3-ാം സ്ഥാനമായി. ഇനി ഒരു ദിവസം നമ്മളൊക്കെ പിരിഞ്ഞു പോകേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നെഞ്ചിലൊരിടങ്ങറ്. എൻ്റെ ഉള്ളിലെ വിമ്മിഷ്ടങ്ങൾ വിതുമ്പി. മമ്മുഞ്ഞിക്കാൻ്റെ ശബ്ദം ആർദ്രമായി. സുഹ്റാബി മുഖം തിരിച്ചുകൊണ്ട് പെട്ടെന്ന് അകത്തേക്ക് പോയി. ഗൾഫിലേക്ക് പറിച്ചു നടാനുള്ള ഒരു സന്ദർഭം ഓർക്കാപ്പുറത്ത് കൈ വരികയായിരുന്നു. ഉദ്യോഗം വേണ്ടെന്ന് വെക്കാൻ തൃപ്തി ഉണ്ടായിരുന്നിട്ടല്ല, ആ ചുറ്റുപാടുകൾ വിട്ടുപോരാൻ ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജീവിതം. അവിടെ നിന്നും യാത്ര ചോദിക്കുന്നതിൽ തലേ ദിവസം മഞ്ഞുക്ക സാമാന്യം വലിയ ഒരു മത്സ്യത്തെ വാങ്ങിയിരുന്നു. വറുത്ത മീനും പത്തിരിയും നിരുത്സാഹത്തോടെ തിന്നുകൊണ്ടിരിക്കെ അന്ന് മമ്മഞ്ഞിക്ക കഥകളൊന്നും പറഞ്ഞില്ല. കാളക്കുട്ടനെപ്പോലെ ഞങ്ങളെല്ലാവരും എന്തൊക്കെയോ അയവിറക്കുകയായിരുന്നു. രാവിലെ മമ്മഞ്ഞിക്ക എന്നേക്കാൾ മുമ്പേ പുറപ്പെട്ടു. വണ്ടിയിലിരുന്ന് മാഷേ എന്നൊരു വിളിച്ചതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. അയാൾ എനിക്കെന്തെങ്കിലും പറയാനാകും മുമ്പ് വണ്ടിച്ചക്രങ്ങൾ ഉരുണ്ടു. സുഹ്റാബി ചോദിച്ചു, മാഷ് ഇനി വരുമോ? തീർച്ചയായും എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല, വരിക തന്നെ ചെയ്യും. വന്നാലും വന്നില്ലെങ്കിലും മാഷ് ഇവിടെ ഉണ്ടാകും. അവൾ നെഞ്ചത്ത് കൈവച്ചു. അവളുടെ വിടർന്ന നേത്രങ്ങളിൽ സ്നേഹത്തിൻ്റെ ഉപ്പ് കുതിർന്നത് ഞാൻ കണ്ടു. പിന്നീട് കഴിഞ്ഞുപോയ നീണ്ട വർഷങ്ങളിലെ പ്രവാസ ജീവിതത്തിനിടയിൽ എന്തൊക്കെയാണ് മറന്നുപോയത്, എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തിയത്, ഇനി ഓർത്തിട്ട് കാര്യമില്ല. ഞാൻ ചുറ്റുപാടും ഒന്ന് നോക്കി. മമ്മഞ്ഞിക്കാട് വീട് നിന്നിരുന്ന സ്ഥലം ഇതുതന്നെ ആയിരുന്നെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വടക്കേ അതിരിലെ കിണറും പിൻഭാഗത്തെ കവുങ്ങിൻതോട്ടവും എല്ലാം പഴയതുപോലെ തന്നെ. പക്ഷേ മമ്മഞ്ഞിക്കാൻ്റെ കൊച്ചു വീട് നിന്നിടത്ത് ഇപ്പോൾ സാമാന്യം വലിയ ഒരു ടെറസ് വീടാണ് കാണുന്നത്. വലിയ ഇരുമ്പ് ഗേറ്റ് പതുക്കെ തള്ളി തുറന്ന് ഞാൻ അകത്ത് കടന്നു. മടിച്ചാണെങ്കിലും കോളിംഗ് ബെല്ലിൽ വിരമർത്തി. അകത്ത് വലിയ ശബ്ദത്തിൽ മണി മുഴങ്ങി. മധ്യവയസ്കയായൊരു സ്ത്രീ പുറത്തേക്ക് വന്നു. അവരുടെ കാതിലും കഴുത്തിലും ധാരാളം ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ആരാ, എന്താ വേണ്ടത്? തെല്ലും മയമില്ലാത്ത ചോദ്യം. മമ്മഞ്ഞിക്കാൻ്റെ വീട് തന്നെയല്ലേ? അല്ല, സ്ത്രീ പുച്ഛത്തോടെ പറഞ്ഞു. എൻ്റെ നേരെ നോക്കി ആട്ടുന്നത് പോലെ അവർ പറഞ്ഞു. ആ കുന്നത്തെങ്ങാനും പോയി നോക്കി. തിരിഞ്ഞു നടക്കുമ്പോൾ കേട്ടു, നേരം വെളുക്കുമ്പോൾ ഓരോന്ന് കയറി വരും മനുഷ്യനെ മെനക്കെടുത്താൻ. ഞാൻ മുന്നോട്ട് നടന്നു. കുന്നത്തെങ്ങാനും ചെന്നു നോക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ ശരിയുണ്ടാകുമെന്ന് ആശിക്കാം. അതൊന്നും മയത്തിൽ പറയാമായിരുന്നു അവർക്ക്. പക്ഷേ അവർ ഒരു TV സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കിഴുക്കാം തൂക്കായ ചെമ്മൺ നിരത്തിലൂടെ വെട്ടുകത്തി തൂക്കിപ്പിടിച്ച് ഒരു ചെറുപ്പക്കാരൻ നടന്നു വന്നത് കണ്ടു. ഞാൻ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൻ എന്നെയും അപ്പുണ്ണി എന്ന വികൃതിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ ഞാൻ മനസ്സിൽ തിരഞ്ഞു. എനിക്ക് തെറ്റിയില്ല, അപ്പുണ്ണി തന്നെയായിരുന്നു അത്. ഏതാനും നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം വെട്ടുകത്തി പിന്നിലേക്ക് മാറ്റിപ്പിടിച്ചുകൊണ്ട് അപ്പുണ്ണി ചിരിച്ചു. ദൈവമേ മാഷ്, നീ എന്നെ തിരിച്ചറിഞ്ഞല്ലോ, സന്തോഷമായി. മാഷ മറക്കാൻ കഴിയുമോ? ചെമ്മൺ നിരത്തിലൂടെ കുന്നിൻ മുകളിലേക്ക് അപ്പുണ്ണിയോടൊപ്പം നടന്നു. മമ്മഞ്ചിക്കാരനെക്കുറിച്ചും സുഹ്റാബിയെക്കുറിച്ചും അവർക്ക് അനുഭവപ്പെട്ട ദുരന്തങ്ങളെക്കുറിച്ചും അപ്പുണ്ണി വിശദീകരിച്ചു. മമ്മഞ്ഞിക്ക മണ്ണോട് ചേർന്നിട്ട് വർഷങ്ങളായി. സുഹ്റാബി കിടപ്പിലാണ്. വാദത്തിൻ്റെ അസുഖം. ഒരു ഭാഗം തളർന്നതാണ്. ഇപ്പോൾ എഴുന്നേറ്റിരിക്കാനൊന്നും കഴിയുകയില്ല സുഹ്റാബിക്ക്. ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ സീനത്ത് മുറ്റത്തുണ്ടായിരുന്നു. ഭൂതകാലത്തെ ക്ഷണിച്ചു കൊണ്ടുവരുന്ന മുഖം. കാലം ഇവിടെ നിശ്ചലമായി നിൽക്കുന്നത് പോലെ തോന്നി എനിക്ക്. മട അടുത്തേക്ക് വാ, പറയാം. അപ്പുണ്ണി പരിചയപ്പെടുത്തിക്കൊണ്ട് സുഹ്റാബിക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. ഒറ്റ നോട്ടത്തിൽ ഇത് സുഹ്റാബിയാണെന്ന് തോന്നുകയില്ല. അതിനുമാത്രം ക്ഷീണിച്ചു പോയി. മുടിയാകെ നിരച്ചിരിക്കുന്നു. മുഖം ചുളുങ്ങി, കൈകാലുകൾ ഉണക്കക്കമ്പ് പോലെ മെലിഞ്ഞു. കൈകൾ പിന്നിലേക്ക് കുത്തി വളരെ പ്രയാസപ്പെട്ട് എഴുന്നേൽക്കാൻ ഒരുങ്ങിയ സുഹ്റാബിയെ സീനത്ത് താങ്ങി.
മുറിയിൽ ഇരുട്ടായിരുന്നു. ജനവാതിൽ തുറന്നിടാൻ അവൾ മകളോട് പറഞ്ഞു. ഭൂതകാലം കത്തിച്ചു നാട്ടിയ ഒരു പന്തം പോലെ ഞങ്ങൾക്കിടയിൽ നിന്നു. മൗനം കനത്തു. തുടക്കത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ കൊതിക്കുകയാണ് മനസ്സ്. സുഹ്റാബി പതുക്കെ പറഞ്ഞു. ജീവിതം അവൾക്ക് പരാജയങ്ങൾ മാത്രമാണ് സമ്മാനിച്ചത്. വിവാഹത്തിന് ശേഷം 1 വർഷം പിന്നിട്ടപ്പോൾ ഭർത്താവ് മരിച്ചു. സീനത്തിനെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ വൈദവ്യം. മമ്മുഞ്ഞിക്ക തളർവാദം പിടിപെട്ട് 7 വർഷം കിടന്നു. ഇപ്പോൾ സുഹ്റാബിയും തളർന്നിരിക്കുന്നു. ഇനിയതാ കട്ടകുത്തിയ ഇരുട്ടിലേക്ക് നോക്കി പ്രതീക്ഷയറ്റ് നിൽക്കുന്ന സീനത്ത്. എനിക്ക് പിറക്കാതെ പോയ ഒരു പെൺകുട്ടിയുടെ അനാഥത്വത്തെപ്പറ്റി ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു. തീർത്ഥാടനത്തിന് കരുതിവെച്ച തുകയുണ്ടെങ്കിൽ ഒരുപക്ഷെ സീനത്തിന് ഒരു ജീവിതമുണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അനാഥരെ സംരക്ഷിക്കുന്നവർക്കാണല്ലോ പുണ്യം. കൂട്ടിലടച്ച ഒരു കുരുവിയെ വിലക്ക് വാങ്ങി മോചിപ്പിക്കുന്നത് പോലെ എനിക്ക് നഷ്ടമായ ഒരു ആകാശത്തിലൂടെ അവൾ ചിറകടിച്ച് പറക്കട്ടെ. അതൊന്നും പക്ഷേ യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ല. ബന്ധങ്ങളുടെ ചൂഴിയിലേക്ക് ഞാൻ കൂപ്പുകുത്തുക തന്നെ ചെയ്തു. ചായ കുടിച്ച് യാത്ര ചോദിച്ചപ്പോൾ മക്കയിലേക്കുള്ള തീർത്ഥയാത്രയെപ്പറ്റി അവരോട് പറയാൻ എനിക്ക് ധൈര്യം വന്നില്ല. എല്ലാ അർത്ഥത്തിലും ഇതായിരുന്നില്ലേ എൻ്റെ തീർത്ഥയാത്ര? ഇവിടെയായിരുന്നില്ലേ എൻ്റെ